കർത്താവിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ ചിന്തയ്ക്കായി അപ്പോസ്തലനായ പൗലോസ് റോമ സഭയ്ക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 5-ാം വാക്യം 5:5 പ്രാരംഭമായി നമുക്ക് നിൽക്കാം. റോമൻസ് 5:5. പ്രത്യാശയ്ക്കോ ഭംഗം വരുന്നില്ല. ദൈവത്തിന്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പ്രത്യാശയ്ക്ക് ഭംഗം വരുന്നില്ല. ഈ സ്നേഹം, ദൈവസ്നേഹം നമുക്ക് പകർന്നിരിക്കുന്ന എങ്ങനെയാണ്? പരിശുദ്ധാത്മാവിലാണ്. ദൈവസ്നേഹം നമ്മുടെ അകത്തുണ്ടെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ശുഭഭാവി നമുക്ക് ഉണ്ടാകുക ചെയ്യും. കൊലോസ്യൻസ് 1:27 ജാതികളിലെയും മർമ്മത്തിന്റെ മഹിമാതനം എന്നെന്ന് അറിയിക്കുവാൻ ദൈവത്തിന് ഇഷ്ടമാണ്. ആ മർമ്മം മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളെ കേട്ടോ, നിങ്ങളിൽ ഇരിക്കുന്നു. ജാതികളോട് പറയുവാൻ ദൈവം ഒരു മർമ്മം തന്നിരിക്കുകയാണ്. എന്താണെന്നറിയോ? പ്രത്യാശയുള്ള ദൈവം, പ്രത്യാശ നൽകുന്ന ദൈവം. അതാണ് റോമൻസ് 5 നമ്മൾ കണ്ടത്. 5:5 വായിച്ചത്. ആ പരിശുദ്ധാത്മ നൽകപ്പെട്ട സ്നേഹത്തിന്റെ മഹത്വം അത് ജാതികളോട് പറയുവാൻ നിങ്ങളെ അകത്തിരിക്കുന്നു. ഈ ദൈവം എവിടെ ഇരിക്കുന്നു? നിങ്ങളെ അകത്തിരിക്കുന്നു. കേട്ടത് അത്ര ദഹിക്കുമോ ഇത്? റോമൻസ് 5:20 വായിച്ചാൽ റോമൻസ് 5-ാം അധ്യായം വാക്യം. ലംഘനം പെരുകേണ്ടതിന് ന്യായപ്രമാണം ഇടയിൽ ചേർന്നു. ലംഘനം പെരുകിയതിന്റെ പിന്നിലെ ഒറ്റ കാര്യമേ ഉള്ളൂ, ഈ ന്യായപ്രമാണമാണ്. തുടരുന്നതെന്നുള്ള നിയമം വന്നപ്പോഴാണ് തൊടാനുള്ള താല്പര്യം ജനിച്ചതെന്ന് വേണമെങ്കിൽ പറയാം. ഇത് പല വിമർശനങ്ങൾക്ക് കാരണമാകാൻ സാധ്യതയുള്ള ഒരു മെസ്സേജാണ്. പല തലത്തിനെ വ്യാഖ്യാനിക്കുവാൻ സാധ്യതയുണ്ട്. പക്ഷെ തമ്പുരാൻ തന്നത് പറഞ്ഞല്ലേ മതിയാകത്തുള്ളൂ. പൊതുവെ വായിച്ചാൽ ലംഘനം ന്യായപ്രമാണങ്ങളിൽ ചേർന്നു വന്നു. പാപം പെരുകിയെടുത്ത് കൃപ അത്യന്തം. അപ്പൊ ഈ പാപം പെരുകിയതിന്റെ പിന്നിലെ കാരണം ന്യായപ്രമാണത്തിൽ ലംഘനം. ഇത് എന്ത് സംഭവിച്ചു? പാപം പെരുകുന്നതിന് കാരണമായി മാറി. എന്നാൽ പാപത്തിലായിരുന്ന ജനത്തെ മോചിപ്പിക്കുവാൻ കൃപ അവിടെ സപ്ലൈ ചെയ്യപ്പെട്ടു. നമുക്ക് വിരോധമായ കൈയെഴുത്തുകളെയും ചട്ടങ്ങളെയും കൽപ്പനകളെയും ഒരുവൻ ക്രൂശിലെടുത്തു, ഏറ്റെടുത്തു. അതാണ് കൃപയെ പറ്റിയുള്ള ബോധ്യം. എന്താണ് ഈ സപ്ലൈപ്പെട്ട കൃപ? 2 കൊരിന്ത്യൻസ് 5:21 എടുത്താണ്. 2 കൊരിന്ത്യൻസ് 5:21. പാവമറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി. അപ്പൊ കാൽവരിയിൽ നടന്നത് എന്ന് പറയുന്ന വസ്തുത എന്താണ്? ദൈവത്തിന്റെ നീതി നമ്മൾ ആകേണ്ടതിന്, ലംഘനം പെരുകിയ മനുഷ്യനെ നിന്നും മോചിപ്പിക്കേണ്ടതിന്, പാപം കാരണമുള്ള രോഗം കാരണമുള്ള മരണത്തിൽ നിന്നും ജനത്തിന് മോചനം കൊടുക്കേണ്ടതിന്, ഉൽപ്പത്തി പുസ്തകം 1:26 എഴുതപ്പെട്ടിരിക്കുന്ന പവർ ആൻഡ് അതോറിറ്റി അത് നഷ്ടപ്പെട്ടു പോയ മനുഷ്യർ അത് മടക്കിക്കൊണ്ടിരേണ്ടതിന്, ഹല്ലേലൂയ, കാൽവരിയിൽ എനിക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി ഒരു യാഗമായി തീർന്നു, ഒരു പ്രവൃത്തി പൂർത്തീകരിച്ചു. ഹല്ലേലൂയ. ആ പൂർത്തീകരണ ശുശ്രൂഷയുടെ അൾട്ടിമേറ്റ് എയിം എന്താണ്? ദൈവത്തിന്റെ നീതിയായി നമ്മൾ മാറുക എന്നുള്ളതാണ്. മനസ്സിലാക്കുന്ന വാക്യം കംപ്ലീറ്റ് ആയിരുന്നു. യേശുവേ ആരാധന. പ്രതീക്ഷ നൽകുന്ന, പ്രത്യാശ നൽകുന്ന ദൈവത്തിന്റെ അതിശക്തമായ സാന്നിധ്യത്തിലാണ് നമ്മൾ ആയിരിക്കുന്നത്. ഒരു ശക്തിക്ക് നമ്മളെ
എൻ്റെ അമ്മയുടെ സ്നേഹത്തിൽ നിന്ന് വേർതിരിക്കുവാൻ കഴിയത്തില്ല. വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ എന്നെ എൻ്റെ അപ്പയിൽ നിന്ന് വേർതിരിക്കുവാൻ കഴിയത്തില്ല. മനസ്സിലാക്കുന്ന ശക്തിയോട് കർത്താവിനെ സ്തുതിച്ചാണ്. ചേർന്നൊരുക്കിക്കൊണ്ട് കർത്താവിനെ സ്തുതിച്ചാണ്. സ്തോത്രം. കഴിഞ്ഞ ദിവസങ്ങളിൽ ശുശ്രൂഷയ്ക്കെടുത്ത ആ ഒരു ഭാഗം കൂടിയാണ്. സ്തോത്രം. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസത്തെ കോളേജ് മീറ്റിംഗിൽ എടുത്ത ഒരു വിഷയമാണ്. അതായത് റോമൻസ് 8-ാം അധ്യായത്തിന്റെ 39-ാമത്തെ വാക്യം. അതിനകത്ത് ഇപ്രകാരം എഴുതിയിരിക്കുന്നത്, ഉയരത്തിനോ ആഴത്തിനോ മറ്റ് യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിപ്പാൻ കഴിയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ഈ ഒരു ഉറപ്പ് എനിക്ക് എവിടെ നിന്നുണ്ടെന്നറിയാമോ? കാൽവരി കൊലക്കളത്തിൽ ഒഴുകപ്പെട്ട രക്തത്തിലൂടെ എനിക്ക് വേണ്ടി ഗുണകരമായി സംസാരിക്കുന്ന ആ പുണ്യ രക്തമുഖാന്തരം ഹല്ലേലൂയ രക്ഷയും പാപമോചനവും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായി. വിശുദ്ധീകരണം എൻ്റെ ജീവിതത്തിൽ സാധ്യമായി. ചില പറയാറുണ്ട് രക്ഷ വന്നു, പക്ഷെ വിശുദ്ധീകരണം വന്നിട്ടില്ല. എന്നാൽ അങ്ങനല്ല. ത്രൂ ഹിസ് ബ്ലഡ്, അവന്റെ രക്തമുഖാന്തരം എന്തൊക്കെ സാധ്യമായി, എന്തൊക്കെ ലഭിച്ചു? സാൽവേഷൻ ആൻഡ് സാങ്ക്ടിഫിക്കേഷൻ. എന്തൊക്കെയാ പറയുന്നറിയാമോ? രക്ഷയും ശുദ്ധീകരണവും. അവൻ നിങ്ങളെ കഴുകാൻ നിങ്ങൾ ശുദ്ധരാകില്ല. നിങ്ങൾക്ക് വേണ്ടി ഗുണകരമായി സംസാരിക്കുന്ന രക്തം നിങ്ങളുടെ പാപങ്ങളെ കഴുകുവാൻ പ്രാപ്തിയുള്ളതാണ്. അത് അതിശക്തമായി കട്ടപിടിച്ച് കടിച്ചുവപ്പായിരുന്നാൽ അതിനെ കഴുകിക്കളയുവാൻ, പാപത്തിന്റെ ശക്തി കടിച്ചുവപ്പായിരുന്നാലും അതിനെ കഴുകിക്കളയുവാൻ കട്ടപിടിക്കാത്ത യേശുവിന്റെ രക്തത്തിന് കഴിയും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മളായിരിക്കുന്നത് ആട്ടുകൊറ്റന്മാരുടെയോ കാളക്കിടാവിന്റെയോ രക്തത്തിന്റെ അടുത്തല്ല. നമുക്ക് വേണ്ടി ഗുണകരമായി സംസാരിക്കുന്ന പുണ്യ രക്തത്തിന്റെ അടുത്തത്രേ. ആ രക്തം നമ്മുടെ ജീവിതത്തിൽ ശക്തമായ വിടുതലുകളിലേക്ക് കടലടയ്ക്കാൻ പ്രാർത്ഥിക്കും. രോഗബന്ധനം കഴിഞ്ഞു മാറട്ടെ. ഈ രക്തമുഖാന്തരം സൗഖ്യമുണ്ട്. അവന്റെ അടിപ്പിടലാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. പാപമോചനം ഉണ്ടായിരിക്കുന്നു. രക്ഷ സാധ്യമായിരിക്കുന്നു. ഒരു തിരിച്ചറിവ് ഇന്ന് പകൽക്കാലം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. പാതി വഴിക്ക് ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന സകല ദുഷ്ടന്റെ പദ്ധതികളിൽ നിന്നും നിങ്ങൾക്കൊരു മോചനം ഉണ്ടാകട്ടെ. വിടുതലുകൾ കഴിവുള്ളവന്റെ കരം നിനക്ക് വേണ്ടി ചലിക്കുകയാണ്. സ്വർഗത്തിലെ കരം ചലിക്കുന്നതിനെ ഓർത്ത് സ്തോത്രം. എന്റെ തമ്പുരാന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ഹല്ലേലൂയ. ലാസ്റ്റ് ടൈം ബ്രൈഡിന്റെ പ്ലാറ്റ്ഫോമിൽ ഞാൻ വിളിച്ചു പറയട്ടെ, യേശുവിന്റെ രക്തം നിനക്ക് വേണ്ടി സദാകാലത്തും ഗുണകരമായി സംസാരിക്കും. ദൈവം